LDF തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഈ മാസം 19-ന് പ്രസിദ്ധീകരിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അറിയിച്ചു. എല്ലാ മേഖലകൾക്കും അർഹമായ പരിഗണന നൽകുന്നതായിരിക്കും പ്രകടന പത്രികയെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് ചേർന്ന LDF യോഗം പ്രകടന പത്രികയുടെ കരട് തയ്യാറാക്കി. സർവ്വമേഖലകളിലെയും സമഗ്ര വികസനം ലക്ഷ്യമിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രകടന പത്രികയ്ക്ക് രൂപം നൽകുന്നത്. കേരള അന്താരാഷ്ട്ര പഠന കോൺഗ്രസ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുന്നതായിരിക്കും പ്രകടന പത്രിക. വിശദമായ ചർച്ചകൾക്ക് ശേഷം വരുന്ന 19-ന് പ്രകടന പത്രിക പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. LDFന്റെ സംസ്ഥാന കമ്മിറ്റി അതിന്റെ പ്രാഥമികമായ രൂപം കൊടുത്തിട്ടുണ്ട്. അവിടെ വന്ന പല അഭിപ്രായങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമഗ്രമായ ഒരു രേഖയാക്കി മാറ്റി അടുത്ത ആഴ്ച 19-ാം തീയതി LDFന്റെ പ്രകടന പത്രിക പരസ്യപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതുവരെ അതിൻ്റെ മറ്റ് വിധത്തിലുള്ള അഭിപ്രായങ്ങൾ കൂടി ശേഖരിക്കാൻ വേണ്ടി സമയമെടുക്കും. പ്രകടന പത്രിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അത് സംബന്ധിച്ച് എല്ലാ പ്രദേശങ്ങളിലും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഞങ്ങൾ കേൾക്കാൻ സന്നദ്ധമാവും. വിവിധ മേഖലകളിലെ വിദഗ്ധരുടെയും പൊതുജനങ്ങളുടെയും അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും പ്രകടന പത്രികയ്ക്ക് രൂപം നൽകുകയെന്നും കോടിയേരി വ്യക്തമാക്കി. കഴിഞ്ഞ LDF സർക്കാർ തുടങ്ങിവെച്ച പദ്ധതികൾ പൂർത്തീകരിക്കാനും ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കാനുമുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രകടന പത്രികയിൽ മുൻതൂക്കം നൽകും. യുവാക്കൾക്ക് IT മേഖലയിലടക്കം കൂടുതൽ തൊഴിലവസരങ്ങൾ ഒരുക്കാനും കേരളത്തെ സ്ത്രീ സൗഹൃദ സംസ്ഥാനമാക്കാനുമുള്ള പദ്ധതികളും പ്രകടന പത്രികയിൽ വിഭാവനം ചെയ്യുന്നു. പരിസ്ഥിതിക്കും വികസനത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്നതായിരിക്കും LDFന്റെ പ്രകടന പത്രിക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നതിന് പിന്നാലെ കോൺഗ്രസിൽ തമ്മിൽ തല്ല് രൂക്ഷമായി. മണ്ഡലത്തിന് വേണ്ടാത്ത സ്ഥാനാർത്ഥികളെയാണ് ഭൂരിപക്ഷം സ്ഥലങ്ങളിലും അടിച്ചേൽപ്പിച്ചതെന്ന് ആക്ഷേപം ശക്തമാകുന്നു. തൃക്കാക്കരയിൽ PT തോമസിനെതിരെയും ഇരിക്കൂറിൽ KC ജോസഫിനെതിരെയും പ്രതിഷേധം ശക്തമായി. AI ഗ്രൂപ്പുകളുടെ വെല്ലുവിളിയെ തുടർന്ന് കൊല്ലത്തെ UDF കൺവെൻഷൻ മാറ്റിവെച്ചു. ചുവരെഴുത്തിലൂടെയും പോസ്റ്റർ യുദ്ധങ്ങളിലൂടെയുമാണ് മിക്ക മണ്ഡലങ്ങളിലെയും UDF തമ്മിലടി പുറത്തുവന്നിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും മണ്ഡലങ്ങൾക്ക് വേണ്ടാത്ത സ്ഥാനാർത്ഥികളെ അടിച്ചേൽപ്പിച്ചു എന്ന ആക്ഷേപവുമുണ്ട്. തൃക്കാക്കരയിൽ PT തോമസിനെ നിശ്ചയിച്ചതിന് പിന്നാലെ ചുവരെഴുത്തിലൂടെ പ്രതിഷേധം പുറത്തുവന്നു. UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന ചുവരെഴുത്തിന് താഴെ PT വേണ്ടെന്ന് കരികൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. പാർട്ടി ചിഹ്നവും കരികൊണ്ട് മായിച്ചിട്ടുണ്ട്. തൃക്കാക്കര നഗരസഭയ്ക്ക് സമീപം ഇന്ന് പുലർച്ചെയാണ് ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. ഇരിക്കൂർ മണ്ഡലത്തിൽ KC ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ അണികൾ തുറന്ന പോരിലേക്ക്. കോൺഗ്രസിന്റെ ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് അബ്ദുൾ ഖാദർ KC ജോസഫിനെതിരെ മത്സരത്തിനിറങ്ങുമെന്ന് പ്രഖ്യാപിച്ചു. കണ്ണൂർ മണ്ഡലത്തിൽ സതീശൻ പാച്ചേനിക്കെതിരെ ലീഗ് അണികൾ നടത്തിയ പോസ്റ്റർ പ്രചരണവും UDFന്റെ സിറ്റിംഗ് മണ്ഡലം കൈവിട്ടുപോകുമോ എന്ന ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. പൂഞ്ഞാറിൽ UDFന്റെ കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥി ജോർജ് കുട്ടി അഗസ്തിക്കെതിരെ വിമതനായി മത്സരിക്കുമെന്ന് യുവജന വിഭാഗം നേതാവ് സജി മഞ്ഞക്കടമ്പൻ വ്യക്തമാക്കി. കൊല്ലത്തെ റിബൽ ചിത്രം മറ്റൊന്നാണ്. മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിക്കെതിരെ AI ഗ്രൂപ്പിന്റെ വെല്ലുവിളി. കൊല്ലത്ത് നടത്താനിരുന്ന UDF കൺവെൻഷൻ ഇതുമൂലം മാറ്റിവെച്ചു. AI ഗ്രൂപ്പുകൾ സ്വന്തം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ ദേവികുളത്ത് UDF സ്ഥാനാർത്ഥി രാജാറാമിനെ INTUC പ്രവർത്തകർ വിരട്ടി ഓടിച്ചു. കോൺഗ്രസ് ഓഫീസിലെത്തിയപ്പോഴാണ് വിരട്ടി ഓടിച്ചത്. സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നതിന് പിന്നാലെ പട്ടികയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തെത്തി. ചെറുപ്പക്കാരെയും വനിതകളെയും പൂർണ്ണമായി അവഗണിച്ചതായി യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ലീന പറഞ്ഞു. ഗ്രൂപ്പ് മാനേജർമാരുടെ പെട്ടി ചുമക്കുന്നവർക്കാണ് സീറ്റുകൾ ലഭിച്ചതെന്നും അവർ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നതിന് ശേഷവും കോൺഗ്രസിലെ ഗ്രൂപ്പുകൾക്കിടയിൽ അമർഷം പുകയുകയാണ്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ബെന്നി ബെഹനാനെ വെട്ടിയെങ്കിലും 4 പ്രധാന നേതാക്കൾക്ക് സീറ്റ് നഷ്ടപ്പെട്ടതിൽ സുധീരൻ ക്യാമ്പ് അസ്വസ്ഥരാണ്. കളങ്കിതരുടെ മണ്ഡലത്തിൽ സുധീരൻ പ്രചരണത്തിന് പോകേണ്ട എന്നാണ് സുധീരൻ അനുകൂലികളുടെ നിലപാട്. ബെന്നി ബെഹനാന്റെ പേര് വെട്ടാനുള്ള നീക്കത്തെ അവസാന നിമിഷം വരെ മുഖ്യമന്ത്രി എതിർത്തിരുന്നു. എല്ലാ പിടിവാശികളും അംഗീകരിക്കേണ്ടെന്ന് സുധീരനും AK ആന്റണിയും ഈ ഘട്ടത്തിൽ നിലപാടെടുത്തു. ഇതോടെയാണ് A ഗ്രൂപ്പിന്റെ മാനേജരും മുഖ്യമന്ത്രിയുടെ വലങ്കയുമായ ബെന്നി പുറത്താകുന്നത്. കടുത്ത അതൃപ്തിക്കിടയിലും PT തോമസിനെ എതിർക്കാൻ കഴിയാത്ത നിലയിലേക്ക് A ഗ്രൂപ്പ് നേതാക്കളും എത്തി. ഗ്രൂപ്പിലെ തന്നെ മറ്റൊരാളുടെ പേര് നിർദ്ദേശിച്ച് ബെന്നിയെ വെട്ടിയെങ്കിലും സുധീരനും നഷ്ടങ്ങളേറെയാണ്. മാറി നിൽക്കണമെന്നാവശ്യപ്പെട്ട K ബാബുവും അടൂർ പ്രകാശും KC ജോസഫും മത്സരിക്കുന്നതിനൊപ്പം സുധീരന്റെ ഏറ്റവും അടുപ്പക്കാരായ KP അനിൽകുമാറും ജോൺസൺ അബ്രഹാമും സ്ഥാനാർത്ഥി പട്ടികയിൽ തഴയപ്പെട്ടു. കോട്ടയം പത്തനംതിട്ട DCC അധ്യക്ഷന്മാരായ ടോമി കല്ലാനിക്കും P മോഹൻരാജിനും വേണ്ടി അവസാന നിമിഷം വരെ സുധീരൻ നടത്തിയ ശ്രമങ്ങളും പരാജയപ്പെട്ടു. പ്രധാന നേതാക്കളെ നഷ്ടപ്പെട്ടതിന്റെ അസ്വസ്ഥതകൾ A ക്യാമ്പിലും സുധീരൻ ക്യാമ്പിലുമുണ്ട്. കളങ്കിതരുടെ മണ്ഡലങ്ങളിൽ KPCC അധ്യക്ഷൻ പ്രചരണത്തിന് പോകേണ്ടെന്ന നിലപാടും സുധീരൻ അനുകൂലികൾ സ്വീകരിക്കുന്നു. ദീർഘകാല രാഷ്ട്രീയത്തിൽ ഹൈക്കമാൻഡിന് വെല്ലുവിളിച്ചുള്ള നടപടികൾ ഉമ്മൻചാണ്ടിക്ക് ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് I ഗ്രൂപ്പ്. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഹൈക്കമാൻഡ് ഇടപെടലും ഉമ്മൻചാണ്ടി വിരുദ്ധർ പ്രതീക്ഷിക്കുന്നു. MR സജേഷ്, തിരുവനന്തപുരം.
മണ്ഡലം കൺവെൻഷനോടെ മലമ്പുഴയിൽ VS അച്യുതാനന്ദന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവേശകരമായ തുടക്കമായി. ഭൂരഹിത കേരളം പദ്ധതി വഴി ജനങ്ങളെ കബളിപ്പിച്ച UDF സർക്കാർ 2820 ഏക്കർ ഭൂമി വൻകിടക്കാർക്ക് പതിച്ചു നൽകാനാണ് ശ്രമിച്ചതെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. അഴിമതി നടത്താൻ തട്ടിപ്പും വെട്ടിപ്പും നടത്തി കേരളത്തിന് നാണക്കേടുണ്ടാക്കിയ സർക്കാരാണ് ഉമ്മൻചാണ്ടി സർക്കാരെന്നും VS പറഞ്ഞു. മലമ്പുഴ മണ്ഡലത്തിൽ VSന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വലിയ ആവേശത്തോടെയായിരുന്നു തുടക്കം. അഴിമതി വിഷയത്തിൽ UDF സർക്കാരിനെതിരെ VS ആഞ്ഞടിച്ചു. ഇങ്ങനെ അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും ജനവഞ്ചനയുമൊക്കെയായി കേരളത്തിന് നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ. ഇതിനൊരു ശുദ്ധികലശം ആവശ്യമാണ്. LDFനെ വിജയിപ്പിച്ചുകൊണ്ട് അത് നിർവഹിക്കാൻ, ആ കലശം നിർവഹിക്കാൻ കഴിയും. വെള്ളാപ്പള്ളി നടേശനെയും പാർട്ടിയെയും VS കടന്നാക്രമിച്ചു. മൈക്രോ ഫൈനാൻസ് കേസിന്റെ വിധി വരുന്നതോടെ വെള്ളാപ്പള്ളിക്ക് പൂജപ്പുരയിലേക്ക് വഴി തുറക്കുമെന്നും VS പറഞ്ഞു. കേസിന്റെ വിധി വരുന്ന മുറയ്ക്ക് മിസ്റ്റർ നടേശന് പൂജപ്പുരയിലേക്കുള്ള വഴി നന്നായി തുറന്നു കിട്ടുമെന്നാണ് ഞാൻ ആശിക്കുന്നത്. പക്ഷേ ശ്രീനാരായണ ആദർശങ്ങളെ മുഴുവൻ ഒറ്റുകൊടുത്ത് BJPയായി കൂട്ടുകൂടി ചേർന്ന് ഇപ്പോൾ വോട്ട് തട്ടാനുള്ള ശ്രമത്തിലാണ്. മൈക്രോ ഫൈനാൻസ് തട്ടിപ്പിലൂടെ ലക്ഷക്കണക്കിന് സ്ത്രീകളെ വഞ്ചിച്ച നടേശനും കൂട്ടർക്കും ചുട്ടപ്രഹരമേൽപ്പിക്കുകയാണ് വേണ്ടതെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ നിങ്ങളോടെല്ലാം വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. CPI നേതാവ് KE ഇസ്മായിൽ, LDF ജില്ലാ കൺവീനർ ചാമുണ്ണി, CPIM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ, NN കൃഷ്ണദാസ് തുടങ്ങിയ വിവിധ കക്ഷി നേതാക്കളും കൺവെൻഷനിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജനതാദൾ S സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മാത്യു ടി തോമസ് ആണ് തിരുവല്ലയിലെ സ്ഥാനാർത്ഥി. K കൃഷ്ണൻകുട്ടി ചിറ്റൂരിലും CK നാണു വടകരയിലും ജമീല പ്രകാശം കോവളത്തും മത്സരിക്കും. മുൻ നഗരസഭാ അധ്യക്ഷൻ ബെന്നി മുഞ്ഞേലി അങ്കമാലി സ്ഥാനാർത്ഥിയാകും. അങ്കമാലിയിലെ സിറ്റിംഗ് MLA ജോസ് തെറ്റയിൽ മത്സരരംഗത്ത് ഇല്ല. ആദിവാസി ഗോത്ര മഹാസഭ അധ്യക്ഷ CK ജാനു സുൽത്താൻ ബത്തേരിയിൽ NDA സ്ഥാനാർത്ഥിയാകുന്നതിന് എതിരായി ഗോത്രമഹാസഭയിൽ ഭിന്നത രൂക്ഷമാകുന്നു. ആദിവാസി ഗോത്രമഹാസഭയോ ജനാധിപത്യ ഊരു വികസന മുന്നണിയോ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് അറിയിച്ച് മുന്നണി കോർഡിനേറ്റർ M ഗീതാനന്ദൻ രംഗത്തെത്തി. CK ജാനു മത്സരിച്ചാൽ പിന്തുണയ്ക്കില്ലെന്നും അദ്ദേഹം അറിയിച്ചു. ആദിവാസി ഗോത്രമഹാസഭാ നേതാവ് CK ജാനു NDA സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി സുൽത്താൻ ബത്തേരിയിലായിരിക്കും മത്സരിക്കുക. സിറ്റിംഗ് MLA കോൺഗ്രസിന്റെ IC ബാലകൃഷ്ണനാണ് ഇവിടെ UDF സ്ഥാനാർത്ഥി. LDF സ്ഥാനാർത്ഥി രുക്മിണി സുബ്രഹ്മണ്യനാണ്. ജാനുവിനെ മത്സരരംഗത്തിറക്കാൻ BJP ദിവസങ്ങൾക്ക് മുമ്പേ ശ്രമം ആരംഭിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ BJP സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചുകൊണ്ട് ജാനു രംഗത്ത് വരികയും ചെയ്തതാണ്. ഇതിനിടെയാണ് ആദിവാസി ഗോത്രമഹാസഭയോ ജനാധിപത്യ ഊരു വികസന മുന്നണിയോ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുണ്ടാകില്ലെന്നറിയിച്ച് മുന്നണി കോർഡിനേറ്റർ M ഗീതാനന്ദൻ രംഗത്തെത്തിയത്. ഇതോടെ ഗോത്രമഹാസഭയിൽ ഭിന്നിപ്പുകൾ രൂക്ഷമായി. ജാനുവിനെ പിന്തുണയ്ക്കില്ലെന്നും NDAയുമായി സഹകരിക്കില്ലെന്നും ഗീതാനന്ദൻ വ്യക്തമാക്കി. വ്യക്തിപരമായി ഇക്കാര്യത്തിൽ ജാനു തീരുമാനമെടുത്താൽ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന സൂചനയും ഗീതാനന്ദൻ നൽകിയിട്ടുണ്ട്. അന്തിമ തീരുമാനം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ മനസ്സിലായി. ഇങ്ങനെ ഒരു വിഷയം ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കമ്മിറ്റി കൂടുന്നുണ്ട്. കോട്ടയം എടുത്തിരുത്തി വെച്ച് 9 വൈകുന്നേരം ആരംഭിച്ച് 10 അത് ക്ലോസ് ചെയ്യും. അപ്പോൾ അതിനകത്ത് തീരുമാനം പ്രഖ്യാപിക്കും. ഇരുമുന്നണികൾക്കുമൊപ്പം CK ജാനുവും കൂടെ മത്സരരംഗത്തിറങ്ങുന്നതോടെ ബത്തേരിയിൽ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, വയനാട്. സരിത നായരുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ മാനഭംഗ കേസ് ചുമത്തണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് കോടതിയിൽ ഹർജി. സ്ത്രീയുടെ അഭിമാനത്തിന് പോറലേൽക്കും വിധത്തിൽ ഉമ്മൻചാണ്ടി പെരുമാറിയതായി സരിത കത്തിലൂടെ ആരോപിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. മുഖ്യമന്ത്രിയെ കൂടാതെ KC വേണുഗോപാലിനെതിരെയും ബലാത്സംഗത്തിന് കേസെടുക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ഇതേ ആക്ഷേപമുന്നയിച്ച് മ്യൂസിയം പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസ് എടുക്കാത്തതിനെ തുടർന്നാണ് കോടതിയെ സമീപിച്ചത്. ഹർജി ഫയൽ സ്വീകരിച്ച കോടതി ഏപ്രിൽ 12-ന് കേസ് പരിഗണിക്കാനായി മാറ്റിവെച്ചു. ബിജു രമേശിന്റെ രാജധാനി കെട്ടിട സമുച്ചയം പൊളിച്ചു നീക്കാൻ സർക്കാരിന് ഹൈക്കോടതിയുടെ അനുമതി. പൊളിച്ചുമാറ്റൽ നടപടികളിലേക്ക് കടക്കും മുൻപ് കൃത്യമായ സർവേ നടത്തി സർക്കാർ ഭൂമിയും ബിജു രമേശിന്റെ ഭൂമിയും തരംതിരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് ബിജു രമേശ് അറിയിച്ചു.
ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി ഹോട്ടൽ പൊളിച്ചു നീക്കാനുള്ള കളക്ടറുടെ നടപടി സിംഗിൾ ബെഞ്ച് നേരത്തെ റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെ സർക്കാർ സമർപ്പിച്ച അപ്പീൽ അനുവദിച്ചാണ് ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷൺ, ജസ്റ്റിസ് AM ഷഫീഖ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. ഭൂസംരക്ഷണ നിയമപ്രകാരവും ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരവും മാത്രമേ നടപടി സ്വീകരിക്കാവൂ എന്ന സിംഗിൾ ബെഞ്ച് വിധി നിയമാനുസൃതമല്ലെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചട്ടങ്ങൾ പ്രകാരം നടപടി സ്വീകരിക്കാൻ കളക്ടർക്ക് അധികാരമുണ്ടെന്നും കോടതി പറഞ്ഞു. പ്രധാന കെട്ടിടത്തിന് പരമാവധി നാശം കുറഞ്ഞ രീതിയിൽ മാത്രമേ കെട്ടിടം പൊളിച്ചു മാറ്റാൻ പാടുകയുള്ളൂ എന്ന് കോടതി നിർദ്ദേശിച്ചു. അതിനു മുൻപ് കൃത്യമായ സർവേ നടത്തി സർക്കാർ ഭൂമിയും ബിജു രമേശിന്റെ ഭൂമിയും തരംതിരിക്കണമെന്നും കോടതി വ്യക്തമാക്കി. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് ബിജു രമേശ് പറഞ്ഞു. ഡിവിഷൻ ബെഞ്ചിനെ അധികൃതർ തെറ്റിദ്ധരിപ്പിച്ചതിനാലാണ് ഈ ഉത്തരവുണ്ടായതെന്നും ബിജു രമേശ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരളത്തിലെ തെരുവുനായ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ. വിഷയം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 3 അംഗ സമിതിയെ കോടതി നിയോഗിച്ചു. കേരള ഹൈക്കോടതി മുൻ ജഡ്ജി സിരിജഗൻ ആണ് സമിതി അധ്യക്ഷൻ. നിയമകാര്യ സെക്രട്ടറി, ആരോഗ്യവകുപ്പ് സെക്രട്ടറി എന്നിവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ. തെരുവുനായയുടെ കടിയേറ്റ് മരിക്കുന്നവർക്കുള്ള നഷ്ടപരിഹാരം, വാക്സിനേഷൻ സംവിധാനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ച് 12 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. തെരുവുനായ വിഷയം പഠിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതിനാൽ പുതിയ സമിതി വേണ്ട എന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം സുപ്രീം കോടതി തള്ളി. BCCIക്ക് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. BCCI ക്രിക്കറ്റിന്റെ വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്ന് സുപ്രീം കോടതി കുറ്റപ്പെടുത്തി. ഫണ്ട് വിനിയോഗത്തിൽ അപാകതയും ചില സംസ്ഥാനങ്ങളോട് കടുത്ത അവഗണനയും കാട്ടിയതായും കോടതി ചൂണ്ടിക്കാട്ടി. പ്രായോഗിക ബുദ്ധിമുട്ട് പറഞ്ഞ് ലോധ കമ്മിറ്റി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാതിരിക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. ലോധ കമ്മിറ്റിയുടെ എല്ലാ നിർദ്ദേശങ്ങളും നടപ്പാക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി BCCI നൽകിയ സത്യവാങ്മൂലം പരിശോധിച്ചതിന് ശേഷമായിരുന്നു കോടതിയുടെ വിമർശനം. സത്യവാങ്മൂലത്തോടൊപ്പം നൽകിയ 5 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് പഠിച്ച കോടതി ഫണ്ട് വിനിയോഗത്തിൽ അപാകതയുണ്ടെന്ന് വിമർശിച്ചു. 11 സംസ്ഥാനങ്ങൾക്ക് 1 രൂപ പോലും നൽകാത്തത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് എന്തിനാണ് ഫണ്ട് നൽകുന്ന കാര്യത്തിൽ ചില സംസ്ഥാനങ്ങളോട് വിവേചനം കാട്ടുന്നതെന്ന ചോദ്യം കോടതി ഉന്നയിച്ചത്. ഗുജറാത്തിന് 50 കോടി നൽകിയപ്പോൾ ചില വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് 50 ലക്ഷം രൂപ മാത്രം അനുവദിച്ചത് എന്തുകൊണ്ടാണെന്ന് ജസ്റ്റിസ് TS ഠാക്കൂർ ചോദിച്ചു. സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന ഫണ്ട് ഏതു രീതിയിലാണ് വിനിയോഗിക്കുന്നത് എന്ന് പരിശോധിക്കാൻ സംവിധാനമുണ്ടോ എന്നും കോടതി ആരാഞ്ഞു. ക്രിക്കറ്റിന്റെ വികസനത്തിനായി BCCI ഒന്നും ചെയ്യുന്നില്ല എന്ന വിമർശനവും കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ലോധ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാതിരിക്കാൻ കഴിയില്ല എന്നും പരമോന്നത കോടതി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. റിപ്പോ നിരക്കിൽ 0.5% കുറവ് വരുത്തി റിസർവ് ബാങ്ക് വായ്പാ നയം പ്രഖ്യാപിച്ചു. ഇതോടെ റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയുടെ നിരക്കായ റിപ്പോ നിരക്ക് 6.5% കുറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. ഭവന വായ്പ, വാഹന വായ്പ തുടങ്ങിയവയുടെ പലിശ നിരക്ക് കുറയാൻ ഇടയാക്കുന്നതാണ് പുതിയ വായ്പാ നയം. റിസർവ് ബാങ്കിന്റെ പുതിയ സാമ്പത്തിക വർഷത്തെ ആദ്യ വായ്പാ നയ അവലോകന യോഗമാണ് വ്യവസായ ലോകത്തിന് ആശ്വാസം പകർന്ന് പലിശ നിരക്ക് കുറച്ചത്. പണപ്പെരുപ്പ നിരക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ പലിശ കുറയ്ക്കണമെന്ന് കേന്ദ്ര സർക്കാരിൽ നിന്നും സമ്മർദ്ദമുണ്ടായിരുന്നു. റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയ്ക്ക് ഈടാക്കുന്ന നിരക്കായ റിപ്പോ നിരക്കിൽ 0.5% കുറവാണ് വരുത്തിയത്. റിവേഴ്സ് റിപ്പോ നിരക്ക് 5.75% നിന്നും 6% ഉയർത്തി. കരുതൽ ധനാനുപാത നിരക്കിൽ കുറവ് വരുത്തണമെന്ന് ബാങ്കുകൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും റിസർവ് ബാങ്ക് ഇതിന് തയ്യാറാകാത്തതിനാൽ ഇത് 4% തുടരും. റിസർവ് ബാങ്ക് പലിശ കുറച്ചത് വാണിജ്യ ബാങ്കുകൾ നൽകുന്ന വാഹന വായ്പ, ഭവന വായ്പ, വ്യക്തിഗത വായ്പ എന്നിവയുടെ പലിശ നിരക്ക് കുറയ്ക്കാൻ ഇടയാക്കും. റിസർവ് ബാങ്കിന്റെ പുതിയ വായ്പാ നയം സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം പകരും എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, ദില്ലി. പാനമയിൽ കള്ളപ്പണ നിക്ഷേപമുള്ളവരുടെ 2ാം പട്ടികയും പുറത്തായി. സ്വർണ്ണ വ്യാപാരി അശ്വിൻ കുമാർ മെഹ്റ, മുൻ ക്രിക്കറ്റ് താരം അശോക് മൽഹോത്ര, കരൺ ഥാപ്പർ, കേന്ദ്ര സർക്കാർ മുൻ ഉദ്യോഗസ്ഥൻ പ്രേംബാഷ് ശുക്ല തുടങ്ങിയവരുടെ പേരുകളാണ് പുതിയ പട്ടികയിൽ ഇടം പിടിച്ചത്. അമിതാഭ് ബച്ചനും ഐശ്വര്യ റായ് ബച്ചനും ഗൗതം അദാനിയുടെ സഹോദരൻ വിനോദ് അദാനിയും ഉൾപ്പെട്ട ആദ്യ പട്ടികയ്ക്ക് പിന്നാലെയാണ് പാനമയിൽ കള്ളപ്പണ നിക്ഷേപമുള്ള പ്രമുഖരുടെ 2ാം പട്ടികയും പുറത്തിറങ്ങിയത്. സ്വർണ്ണ വ്യാപാരി അശ്വിനി കുമാർ മെഹ്റ, മുൻ ക്രിക്കറ്റ് താരം അശോക് മൽഹോത്ര, കരൺ ഥാപ്പർ, കേന്ദ്ര സർക്കാർ മുൻ ഉദ്യോഗസ്ഥൻ പ്രേംബാഷ് ശുക്ല തുടങ്ങിയവരുടെ പേരുകളാണ് പുതിയ പട്ടികയിലുള്ളത്. അധോലോക നേതാവായ ദാവൂദ് ഇബ്രാഹിമിനും പാനമയിൽ കള്ളപ്പണമുണ്ടെന്ന് സൂചനയുണ്ട്. ദാവൂദിന്റെ അടുത്ത അനുയായിയായിരുന്ന അന്തരിച്ച ഇക്ബാൽ മിർച്ചിയുടെ പേര് പട്ടികയിലുണ്ട്. വ്യവസായികളും ബോളിവുഡ് താരങ്ങളും ഉൾപ്പെടെ 500ഓളം ഇന്ത്യക്കാർക്ക് പനമയിൽ കള്ളപ്പണ നിക്ഷേപമുള്ളതായാണ് വിവരം. ബച്ചന് ബഹാമസിലും ഐശ്വര്യ റായിക്ക് ബ്രിട്ടീഷ് വിർജിൻ ഐലൻഡിലും നിക്ഷേപമുണ്ടെന്നാണ് രേഖകൾ. പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള വിവരങ്ങളും രേഖകളിലുണ്ട്. വിവരങ്ങൾ ചോർന്നതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് പാനമ. ന്യൂസ് ഡെസ്ക്.
പ്രമുഖ ഭക്ഷ്യ ഉൽപ്പാദകരായ മഞ്ഞിലാസ് ഡബിൾ ഹോഴ്സ് മൾട്ടിഗ്രെയിൻ ഫ്ലേക്സ് പുറത്തിറക്കി. ബ്രാൻഡ് അംബാസിഡർ ശോഭനയാണ് പുതിയ ഉൽപ്പന്നമായ ഡബിൾ ഹോഴ്സ് മൾട്ടിഗ്രെയിൻ ഫ്ലേക്സ് പുറത്തിറക്കിയത്. ഉന്നത ഗുണമേന്മയുള്ള ചോളം, റാഗി, ഗോതമ്പ് എന്നിവ ചേർത്താണ് പുതിയ ഉൽപ്പന്നം വിപണിയിലെത്തിക്കുന്നതെന്ന് മഞ്ഞിലാസ് ചെയർമാൻ സജീവ് മഞ്ഞില അറിയിച്ചു. മഞ്ഞിലാസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ വിനോദ് മഞ്ഞില, ഡയറക്ടർ സന്തോഷ് മഞ്ഞില എന്നിവർ പങ്കെടുത്തു. തൃശൂർ നെല്ലിക്കുന്നിൽ തുറന്ന ഡബിൾ ഹോഴ്സ് കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനവും ശോഭന നിർവഹിച്ചു. ദളിത് യുവാവിനെ പ്രണയിച്ച് വിവാഹം കഴിച്ച യുവതിയെ ബന്ധുക്കൾ ചേർന്ന് കൊലപ്പെടുത്തി. കർണാടകത്തിലെ മാണ്ഡ്യ ജില്ലയിലാണ് സംഭവം. മോണിക്ക എന്ന 19 വയസ്സുകാരിയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. കേസിൽ യുവതിയുടെ അച്ഛനെയും അമ്മാവനെയും അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച രാവിലെ തൂങ്ങി മരിച്ച നിലയിലാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. യുവതി ആത്മഹത്യ ചെയ്തു എന്ന നിലപാടിൽ ആയിരുന്നു ബന്ധുക്കൾ. എന്നാൽ സംഭവത്തിൽ സംശയം തോന്നിയ പോലീസ് പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകമാണെന്ന് വ്യക്തമായത്.